അപ്പോൾ HSC എക്സാമിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരായിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു ബേസ് വേണം അല്ലേ സാറേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് നല്ല റാങ്ക് വാങ്ങിച്ച് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യ റാങ്കുകളിൽ ശരിക്കും പറഞ്ഞാൽ HSC സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 5 അല്ലെങ്കിൽ ഒരു 10 റാങ്കിനുള്ളിലൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഒന്നും കിടന്നാൽ നമുക്ക് ജോലി കിട്ടില്ല. HSCയുടെ ഒരു പ്രത്യേകത അത്. കാരണം വേക്കൻസീസ് ഒക്കെ ഭയങ്കര കുറവാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റാങ്ക് ലിസ്റ്റിൽ വന്നവർക്ക് അത് അറിയാൻ പറ്റും. അപ്പോൾ ഈ പ്രാവശ്യം എക്സാമിന് നമുക്ക് സമയമുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഈച്ച് ആൻഡ് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടെ നമുക്ക് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ HSC എക്സാമുകളിലൊക്കെ ടോപ്പ് റാങ്കുകളിൽ നമ്മുടെ സ്റ്റുഡൻസ് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാത്തിലും അതെ, നമ്മുടെ HSC എക്സാമുകളിലൊക്കെ ടോപ്പ് റാങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് റാങ്കറിന്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് റാങ്ക് ഹിന്ദിക്കൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. HSC സോഷ്യൽ സയൻസിനൊക്കെ സെക്കൻഡ് റാങ്ക് ഒക്കെ നമ്മുടെ സ്റ്റുഡൻസിന് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്തവണ ടീച്ചറെ നമുക്ക് ഈ HSC എക്സാമിന് ഏറ്റവും നല്ല മാർക്ക് മേടിക്കാനായിട്ട് നമ്മുടെ ഈ സിലബസിൽ നിന്ന് എന്തൊക്കെ പഠിക്കണമെന്നുള്ളൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലെ? ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് സിലബസിലൂടെ വളരെ വേഗത്തിൽ ഒന്ന് പോകാം. നമ്മുടെ സിലബസിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞ പാർട്ട് എയിൽ നമുക്ക് റിനൈസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ്, മൊഡ്യൂൾ 2 വരുമ്പോൾ ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, പിന്നെ മൊഡ്യൂൾ 3 മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്റ്റ്. അപ്പോൾ ടീച്ചർ ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്? ശരിക്കും നമുക്കൊരു 100 മാർക്കിനാണല്ലോ നമ്മുടെ എക്സാം. അതിൽ 20 മാർക്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ആണ്. ശരിക്കും ഈ പ്രാവശ്യം സിലബസിൽ വലിയ ചേഞ്ച് വരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അഥവാ ചേഞ്ച് വന്നാൽ തന്നെ ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് ആയിരിക്കും വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് 20 മാർക്ക്, 100 മാർക്കിൽ 20 മാർക്ക് നമ്മുടെ ഈ ജനറൽ പേപ്പറിനാണ് വന്നിരിക്കുന്നത്. ജനറൽ പേപ്പറിന് വരുമ്പോൾ അത് 20 മാർക്ക് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ജനറൽ പേപ്പർ വന്നിരുന്നത്. ഓക്കെ, അതുപോലെ ടീച്ചറെ ഈ ഒരു 20 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന, പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുവാണെങ്കിൽ ഈ ഓരോ പോയിന്റും ഈ സിലബസ് ഓറിയന്റഡ് ക്ലാസ് എക്സാമിന് ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ K3 പഠിച്ചവരാണെങ്കിലും ഇംഗ്ലീഷിലാണ് അല്ലേ? നമ്മുടെ സൈക്കോളജിയും നമ്മുടെ പെഡഗോജി ഒക്കെ പഠിച്ചത് ഇംഗ്ലീഷിലാണ്. അതുപോലെ തന്നെ ഈ ജനറൽ പേപ്പറിൽ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ട്, ബാക്കി HSCക്കാരെ അപേക്ഷിച്ച് സോഷ്യൽ സയൻസുകാർക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്ട് തന്നെ ഇതിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും മോഡിഫൈ ചെയ്താൽ മതി. റിനൈസൻസ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ആണെങ്കിലും എന്താണ് നമ്മുടെ സബ്ജക്റ്റ് ആണ് ഇതിൽ കൂടുതലുള്ളത്. ഈ മെത്തഡോളജിയും സൈക്കോളജിയും ഒക്കെ ഒഴിച്ചാൽ എന്താണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. നമ്മുടെ HSC സോഷ്യൽ സയൻസുകാർക്ക് ഇത് വലിയ ടഫായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബാക്കിയുള്ളവർക്ക്, ബാക്കി മലയാളം അങ്ങനെയുള്ള ബാക്കിയുള്ളവർക്ക് ഇതൊക്കെ പഠിച്ചെടുക്കുക. അവരുടെ സബ്ജക്റ്റ് അല്ലല്ലോ, കുറച്ച് ടഫായിരിക്കും, കുറച്ചുകൂടെ ഒന്ന് എഫോർട്ട് എടുക്കേണ്ടത്. അപ്പൊ ടീച്ചറെ നമുക്ക് പാർട്ട് എ കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് ബിയിലേക്ക് പോകാം അല്ലെ? പാർട്ട് ബിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് മൊഡ്യൂൾ 1 ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, അത് തന്നെ നമുക്ക് ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ് അല്ലേ? അതുപോലെ ഗ്രീക്കോ റോമൻ സിവിലൈസേഷൻ, റിനൈസൻസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, അതുപോലെ മോഡേൺ റെവല്യൂഷൻസ്, പ്രധാനപ്പെട്ട ഒരു ഏരിയ അല്ലേ ടീച്ചറെ? മോഡേൺ റെവല്യൂഷൻസ്. ലാസ്റ്റ് വരുന്ന വേൾഡ് വാർസ്, ലീഗ് ഓഫ് നേഷൻസ് ആണ്, യുണൈറ്റഡ് നേഷൻസ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇപ്രാവശ്യം UP എക്സാമിന് UP സിലബസ് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ നമ്മുടെ ഈ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ ആയാലും മെസപ്പൊട്ടോമിയ ആയാലും ഹാരപ്പ ആണെങ്കിലും UPയുടെ സിലബസിലുള്ളതാണ്. അപ്പൊ UP എക്സാമിന് കുറച്ച് പഠിച്ചോളെങ്കിലും നമുക്ക് ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെ? UP അപേക്ഷിച്ച് കുറെ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം അല്ലെ സർ? പ്രത്യേകിച്ച് നമ്മുടെ ഈ സിലബസ് ഈ വളരെ ബ്രീഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിന് നമ്മൾ കുറച്ചൊന്നും ഉള്ളിലേക്ക് പോകണം. കാരണം ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത HSCയുടെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്, ചോദിക്കുന്ന രീതികൾ അതെല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മൊഡ്യൂൾ ഫസ്റ്റ് പാർട്ട് ബിയിലെ മൊഡ്യൂൾ ഫസ്റ്റ് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അല്ലെ? പഠിച്ചെടുക്കാവുന്നേ. അടുത്ത പാർട്ടിലേക്ക് വരുവാണെങ്കിൽ മൊഡ്യൂൾ 2 പാർട്ട് ബിയിൽ തന്നെ മൊഡ്യൂൾ 2 നമ്മൾക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് അല്ലെ? അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററി നമുക്ക് വേദിക് ഏജ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാറുണ്ട്. ബുദ്ധിസം, ജൈനിസം. ഏൻഷ്യന്റ് ഇന്ത്യയിലേക്ക് വരുവാണ്, ഏൻഷ്യന്റ് ഇന്ത്യയിലെ മറ്റ് ടോപ്പിക്കുകൾ വരുവാണെങ്കിൽ മൗര്യാസ്, ഗുപ്താസ്,
അല്ലെ? ഈ മൗര്യാസിനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് കാണാറുണ്ട് അല്ലെ? അതുപോലെ ഗുപ്ത, ഈ 2 രാജവംശങ്ങളെ പറ്റി നമുക്ക് ചോദ്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ മിഡീവൽ ഇന്ത്യയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മിഡീവൽ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സുൽത്താനേറ്റ്, മുഗൾ, വിജയനഗരം ഈ ഒരു ഭാഗമാണ് നമുക്ക് വരുന്നത് അല്ലേ? അപ്പോൾ ഈ 3 എംപയറിനെ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടുന്ന ഒരു ഭാഗമാണ്. ഇത് 3 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലേ സാറേ? സുൽത്താനേറ്റ്, മുഗള്, വിജയനഗരം അല്ലേ? അതില്ലാതെ ഒരു സംഭവമില്ല അല്ലെ? അതിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറില്ലേ? തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മുഗളിനൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുപോലെ നമ്മൾ പിന്നീട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും എമർജൻസ് ഓഫ് നാഷണലിസം, മോഡേൺ ഇന്ത്യ എനിക്ക് തോന്നുന്നത് ടീച്ചറെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് അറിയാൻ പറ്റും. കാരണം PSC ഒക്കെ പഠിക്കുന്നവർക്ക് നന്നായിട്ട് എല്ലാവരും PSC ഒക്കെ പഠിക്കുന്നവരായിരിക്കും. കുറച്ച് പേരെ ഇതിന് പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടാവുള്ളൂ. അവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന ഒരു പോർഷൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയും നമുക്ക് നിരന്തരമായിട്ട് PSCക്ക് നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂർ ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന, പക്ഷേ നോർമൽ PSCക്ക് പഠിക്കുന്ന പോലല്ല, HSA ആവുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് വാസ്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. കാരണം ഈ ഹിസ്റ്ററി ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് എടുത്ത് പഠിച്ചവരൊക്കെ ഉണ്ടാവും. അവരോട്ടൊക്കെയാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠനം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമായിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വന്നുള്ള ടീച്ചറെ, ഇതിൽ തന്നെ മൊഡ്യൂൾ 3 വരുമ്പോൾ എക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് ആണ് അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ എക്കണോമിക്സിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ സാധാ PSCക്ക് പഠിക്കുന്ന പോലെ പഠിച്ചാലൊന്നും എക്കണോമിക്സ് കിട്ടില്ല. കാരണം ഇത് എന്താ, നമ്മൾ PSCക്കൊക്കെ 5 ഇയർ പ്ലാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, റിസർവ് ബാങ്കിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ HSA എക്കണോമിക്സിന്റെ സിലബസ് നോക്കുവാണെങ്കിൽ അത് എക്കണോമിക്സിന്റെ ആ ഒരു സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഡിഗ്രിയോ PG ഒക്കെ എടുത്തവർക്ക് അതുപോലെയുള്ള തിയറീസ് ആണ് കൂടുതലും നമ്മുടെ ഈ HSA സിലബസിൽ വരുന്നത്. ഓക്കെ, മൊഡ്യൂൾ 3 എക്കണോമിക് തിയറി, ബാങ്കിങ്, ടൂൾസ് ഓഫ് അനാലിസിസ്, അത് തന്നെ വരുന്നത് എന്താണ്, അല്ലെ ഫസ്റ്റ് ഇഷ്യൂസ് ആൻഡ് കോൺസെപ്റ്റ് ഇൻ എക്കണോമിക്സ്. അതൊന്നും നമ്മൾ നന്നായിട്ട് അത് ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തിയറീസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ചസ്, പിന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഡിഗ്രിക്ക് എക്കണോമിക്സ് പഠിച്ചവർക്ക് മാത്രമേ ഇതൊക്കെ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴേ ഒരു ബേസ് തൊട്ടേ എന്ത് ചെയ്യണം, ഇപ്പം തൊട്ടേ നിങ്ങൾ എന്താ എക്കണോമിക്സിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക തന്നെ വേണം. ഓക്കെ, ശരിക്കും എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ടെക്നിക്കൽ മൈൻഡോടുകൂടി ഒന്ന് സമീപിക്കേണ്ട ഒരു അല്ലേ? അത് തീർച്ചയായിട്ടും നമുക്ക് പറ്റുന്ന കാര്യം തന്നെയാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് നേരം, നമുക്ക് ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ എടുത്തവർക്കാണെങ്കിൽ, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ എടുത്തവർക്കാണെങ്കിൽ ഈ തിയറീസും ആ ഒരു തിയറീസിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലെ? അതൊക്കെ കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് എക്കണോമിക്സ്, ചിലരൊക്കെ എക്കണോമിക്സിന്റെ ഭാഗമൊക്കെ വിട്ടുകളയും. പക്ഷെ അങ്ങനെ വിട്ടുകളയേണ്ട കാര്യമില്ല. കുറച്ച് നേരം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഭാഗത്ത് മാർക്ക് മേടിക്കാം. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് വരാം. മൊഡ്യൂൾ 4 വരുമ്പോൾ നമുക്ക് ഇന്ത്യൻ എക്കോണമി, ഡെവലപ്മെന്റ് എക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കോണമിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കോണമി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ് അല്ലേ? ഇത് പിന്നെയും എല്ലാവർക്കും അറിയാൻ പറ്റും. എക്കണോമിക് പ്ലാനിങ്, അതുപോലെ 5 ഇയർ പ്ലാൻ ഇല്ലേ? അതെ. പിന്നെ മേജർ ഡെവലപ്മെന്റ് ഇഷ്യൂസിൽ പോവർട്ടി, അതൊക്കെ പിന്നെയും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റും. അതെ, അതുപോലെ ഈ ഇൻഡെക്സുകൾ ഇതിനകത്തൊരു ഭാഗമായിട്ട് വരുന്നുണ്ടല്ലേ ടീച്ചർ? അതെ, ഈ PQLI, HDI അങ്ങനെയുള്ള, അതുപോലെ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ സ്ട്രക്ചർ ഓഫ് ടാക്സസ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ്, കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ ഫിനാൻസ്, അതുപോലെ ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ കേരള ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം, അതിനകത്ത് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാ സിലബസുകളിലും ഇപ്പോൾ വരുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അതും ഒന്നും നമ്മളൊന്ന് പഠിച്ചു പോകും, നല്ല രീതിയിൽ തന്നെ പഠിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം മൊഡ്യൂള് 4 നമുക്ക് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കാനുള്ളത്. മൊഡ്യൂൾ 5 വരുമ്പോൾ നമുക്ക് മീനിങ്, പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതെ, പൊളിറ്റിക്കൽ സയൻസ്. അത് ഈ പൊളിറ്റിക്കൽ സയൻസസ് ഡിഗ്രി എടുക്കാത്തവർക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. കാരണം അവിടെയും കുറെ സംഭവങ്ങൾ എന്താണ്, കുറച്ച് തിങ്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. തിയറീസ് ആണെങ്കിൽ തിങ്കേഴ്സ് ഒക്കെ, അതും ഈ പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റ് ആയിട്ട് ഡിഗ്രിയും PG ഒന്നും ചെയ്യാത്തവർക്ക് കുറച്ച് പാടുള്ള ഒരു പോർഷൻ തന്നെയാണത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ ടീച്ചറെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് പേരുകള്, കുറച്ച് പൊളിറ്റിക്കൽ തിങ്കേഴ്സിന്റെ പേരുകള്, റൂൾ ഓഫ് ലോ, ജുഡീഷ്യൽ റിവ്യൂ, ജുഡീഷ്യൽ ആക്ടിവിസം, ഇതൊക്കെ ചില നമ്മൾ കുറെ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന വാക്ക് തന്നെയായിരിക്കും. അവരെന്തായിരിക്കും ഇതെന്ന് വെച്ചാൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഈ ഒരു വാക്കുകളൊക്കെ നമുക്ക് ഈ കുറച്ച് വാർത്തകൾ ശ്രദ്ധിച്ചു പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയേക്കാം അല്ലെ?
പക്ഷെ ഇത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ലല്ലോ. പക്ഷെ അതിനുള്ള ആ ഒരു ശ്രമം നമ്മൾ ഇപ്പൊ തന്നെ തുടങ്ങണം. പരീക്ഷയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നവരൊന്നും കാത്തു നിന്നാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. HSC സംബന്ധിച്ചുള്ള ഇപ്പൊ മുതലേ പഠിച്ചിരിക്കാം അല്ലേ? ഇപ്പൊ മുതലേ തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു മുഴം നീട്ടിയെറിയാന്ന് പറയുന്ന പോലെ വേഗത്തിൽ പഠനം തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു പാർട്ടിലേക്ക് വരാം അല്ലേ ടീച്ചറെ? ഓക്കെ, അടുത്ത ഭാഗം എന്ന് പറയുമ്പോൾ ഡെമോക്രസി അല്ലെ, പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഡെമോക്രസി നമുക്ക് കുറച്ചുകൂടെ സുപരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ്. മീനിങ് ആൻഡ് ഫീച്ചേഴ്സ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി നമ്മൾ പഠിച്ചു പോയി ചെറിയ ക്ലാസ് മുതൽ പോലെ പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷതകൾ ഇത് എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒക്കെ കുറച്ചൊക്കെ എല്ലാവർക്കും ഫെമിലിയർ ആയ കാര്യങ്ങളായിരിക്കും. നിരന്തരമായിട്ട് നമുക്ക് പരീക്ഷകൾക്ക് വരുന്നൊരു ഭാഗമാണ് അല്ലെ? യെസ്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിച്ച് പോകാനായിട്ടുള്ളത്. ഇനി നമുക്ക് മൊഡ്യൂൾ 6 വരുമ്പം അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് അല്ലേ ടീച്ചറെ? ഇതിൽ നമുക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഡിപ്ലോമസി, ഫോറിൻ പോളിസി, ഇത് കുറച്ച് നമുക്ക് ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് അല്ലെ, പൊളിറ്റിക്കൽ തിങ്കേഴ്സ്, പ്ലേറ്റോ, ജെ.എസ്. മിൽ, അരിസ്റ്റോട്ടിൽ, റൂസോ, മാർക്സ്, അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ ഓരോ വാചകങ്ങളിലെ അവരുടെ കോഴ്സ് ഒക്കെ ചോദിക്കും എക്സാമിന്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇവർ കുറേ ഉണ്ടാവും, നമുക്ക് ആ കൺഫ്യൂഷൻ വരും. അതൊക്കെ ട്രിക്കുകളിൽ കൂടി മാത്രം പഠിച്ചാലേ നമുക്കത് കിട്ടുള്ളൂ. ശരിക്കും ഈ മാച്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും ഈ ഒരു ഭാഗത്തു നിന്നായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് തന്നെ തുടക്കം മുതലേ നമുക്ക് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. യെസ്. ഇനി നമ്മൾ മൊഡ്യൂൾ 7 വരുമ്പോൾ ജോഗ്രഫിയാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ജോഗ്രഫി ടീച്ചറെ, ഈ ജോഗ്രഫി ഭാഗം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു ടെക്നിക്കൽ ആയിട്ട് സമീപിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് അല്ലേ? അപ്പോൾ ഇതിന്ന് വരുന്ന ചോദ്യങ്ങളെ നമ്മൾ ഇത് ചിലപ്പോൾ എല്ലാവർക്കും PSC പഠിക്കുന്നവർക്ക് കുറെയൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. തീർച്ചയായും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ജോഗ്രഫി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ഈ ടോപ്പിക്കുമായി സിലബസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കുമ്പോൾ തന്നെ സ്കൂൾ ടെസ്റ്റ് പഠിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഏതൊക്കെ ക്ലാസ്സുകൾ മുതലുള്ള ടെക്സ്റ്റുകളാണ് ടീച്ചറെ ശരിക്കും നമ്മൾ പറയുവാണെങ്കിൽ HSC ഹൈസ്കൂൾ അല്ലേ 8 തൊട്ട് +1 +2 വരെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ 5 തൊട്ട് പഠിക്കണം. 5 തൊട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് കിട്ടും. ശരിക്കും ഇതൊക്കെ ഒരു ബേസിന്റെ ഇതിൽ തന്നെ പഠിച്ചാലേ പറ്റുള്ളൂ. നമുക്ക് ഒരു മാർക്ക് പോലും പോവരുത് എന്ന് വിചാരിച്ച് തന്നെ വേണം നമ്മൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ 5 മുതലുള്ള ക്ലാസ്സുകളിലെ സ്കൂൾ ടെസ്റ്റ് പഠിച്ച് തന്നെ, സോഷ്യൽ സയൻസ് പഠിച്ച് തന്നെ നിങ്ങൾ പോകണം. 5 മുതൽ +2 വരെ. എക്കണോമിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ എക്കണോമിക്സിനൊക്കെ +1 +2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നല്ല രീതിയിൽ വായിച്ച് നോക്കണം. ശരിക്കും നമുക്കൊരു ഈ ഡിഗ്രി തലത്തിലുള്ള ടെക്സ്റ്റുകൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതും നോക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒരു ബേസ് അല്ലേ തന്നെ, അതും പഠിക്കണം. അപ്പം നമ്മൾ ഓരോ തലം പഠിച്ചു മുന്നേറുന്നതിനനുസരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അല്ലേ? ഓക്കെ, യെസ്. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് വരാം. മൊഡ്യൂൾ 8 വരുവാണെങ്കിൽ ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫിയാണ് അതിനകത്ത് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് പോപ്പുലേഷൻ, ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. കുറച്ച് നമുക്ക് ഡ്രൈ ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമാണ്. എല്ലാവർക്കും മടുപ്പായിരിക്കും ഈ ഭാഗം ഒന്ന് വരുമ്പോഴത്തേക്കും അല്ലേ? അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ കണ്ടുവരുന്നുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇന്ത്യൻ ഫിസിയോഗ്രഫി അല്ലേ? ഡ്രെയിനേജ്, ക്ലൈമറ്റ്, സോയിൽ, ഫോറസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ, ഗ്രോത്ത് ആൻഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതൊക്കെ ചോദിക്കട്ടോ. അതൊക്കെ ചിലപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇതൊക്കെ ചോദിക്കുന്നത്, ഈ പോപ്പുലേഷന്റെ ഒക്കെ. അതുപോലെ തന്നെ നമുക്ക് കൃഷിയുണ്ട്, കൃഷി ഭാഗത്ത് വരുന്നതാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൈസ്, വീറ്റ്, കോട്ടൺ, ഷുഗർ, അതെല്ലാം ആ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് അതും കുറച്ച് പഠിക്കണം. ഈ ഒരു ഭാഗം നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ശരിയാണെന്ന് അറിയത്തില്ല, നമ്മളൊരു മാപ്പ് സ്റ്റഡി നടത്തുവാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പലപ്പോഴും അല്ലെങ്കിൽ ജോഗ്രഫി ഒക്കെ കൂടുതൽ പഠിക്കുമ്പോൾ മാപ്പ് വെച്ച് പഠിക്കുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നമുക്ക് കുട്ടികളുടെ മെമ്മറിയിലിരിക്കാം, ഓർമ്മയിലിരിക്കാനായിട്ട് നല്ലതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് പ്രത്യേകിച്ച് നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് നോക്കി പോകാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി ടീച്ചറെ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാനായിട്ടുള്ള വലിയൊരു സന്തോഷമുണ്ടല്ലേ? തീർച്ചയായിട്ടും നമുക്ക് HSA മഹോത്സവമാണ് നടക്കാനായിട്ട് പോകുന്നത് അല്ലേ? നമ്മൾ വളരെ പ്രതീക്ഷയോട് ഇരുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിലൊക്കെ പുറകെ പോയവരൊക്കെ ഇതൊക്കെ ഇനി അടുത്ത HSAക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ HSA മഹോത്സവം എന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല. തീർച്ചയായിട്ടും നമുക്ക്
ഈ ഒരു മേഖലയിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റിയതുകൊണ്ട് തന്നെ ഇത്തവണ നമുക്ക് ആ റിസൾട്ട് ആവർത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് റാങ്കുകൾ നോക്ക്, ഹിന്ദിക്കാണെങ്കിലും സോഷ്യൽ സയൻസിനൊക്കെ ആണെങ്കിലും നമുക്ക് ഹിന്ദിക്കൊക്കെ ഫസ്റ്റ് റാങ്ക്, അതുപോലെ സോഷ്യൽ സയൻസിനൊക്കെ നമുക്ക് റാങ്കുണ്ട്. അതെ. അപ്പം സത്യത്തിലൊരു 150-ലേറെ റാങ്കുകൾ നമുക്ക് കഴിഞ്ഞ നാളുകൾ കൊണ്ട് ഇതുവരെ അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ HSC എക്സാമിലൊക്കെ. അപ്പം തീർച്ചയായിട്ടും ഇത്തവണയും നമുക്കത് ആവർത്തിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കും അല്ലെ. ചിട്ടയായിട്ട് പഠിച്ചാൽ, ഞങ്ങളുടെ കൂടെ ചേരുവാണെങ്കിൽ, ചിട്ടയായിട്ട് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് റാങ്ക് ലിസ്റ്റ് വരെ ജോലി പ്രവേശിക്കാനും പറ്റും. ഓക്കെ, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ലെവലിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ ലെവലിലുള്ള ക്ലാസ്സുകളും മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്, ആക്ടിവിറ്റി ഗ്രൂപ്പ് അല്ലെ, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതെ, അങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ നമ്മുടെ കോഴ്സിനുണ്ട്. തീർച്ചയായിട്ടും ഈ കോഴ്സിൽ നിങ്ങൾ എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ 85 89 08 35 68 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പഠിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.